Hi, Namaste, welcome back to my channel Mean Trader. സ്വിംഗ് ട്രേഡിങ്ങിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, ഇതിലൊരു വീക്കിൽ, അതായത് 1 വീക്കിൽ നമുക്ക് ഗ്ലെൻമാർക്കിൽ വന്ന പെർഫോമൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. വീക്കിൽ ഇതിലൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 30th കഴിഞ്ഞ ശേഷം മാർക്കറ്റ് നല്ല അപ് ട്രെൻഡാണ്. ഇപ്പോൾ ഗ്ലെൻമാർക്ക് മാത്രമല്ല, മുത്തൂറ്റ് ഫിനാൻസ്, അതുപോലെ DLF, അതുപോലെ BL, അങ്ങനെ ഒരുപാട് നമുക്ക് സ്റ്റോക്കുകളിൽ നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് മാർക്കറ്റിൽ. അപ്പോൾ സ്റ്റോക്കുകളിൽ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും നമുക്ക് രാവിലെ മോർണിംഗിൽ ചൂസ് ചെയ്യേണ്ട സ്റ്റോക്ക് വളരെ കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ നോക്കുന്ന സ്റ്റോക്കിന് പെർഫോമൻസ് കിട്ടുകയില്ല, അല്ലാത്ത സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല പെർഫോമൻസ് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ് പോയതിന് ശേഷം നമുക്ക് പെർഫോമൻസ് കിട്ടിയിട്ട് കാര്യമില്ല. കറക്റ്റ് ആ പൊസിഷനിൽ ആ ബ്രേക്കൗട്ട് പോകുന്ന ആ ടൈമിൽ കിട്ടണം. എന്നാലും നമുക്കൊരു ട്രേഡ് കറക്റ്റായിട്ട് നമുക്ക് എവിടുന്ന് ട്രേഡ് പിക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒരുപാട് ലോസ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ മെയിനായിട്ട് സ്റ്റോക്കുകളിൽ ചെയ്യുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 വസ്തുത, നമ്മളെല്ലാ സ്റ്റോക്കുകളും, അതായത് നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ മാർക്കറ്റിലുണ്ട്, നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് നമുക്ക് ആക്ച്വലി. അപ്പോൾ ഇത്രയും എല്ലാ സ്റ്റോക്കുകളും കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. വോളിയുമുള്ളൊരു 10-20 സ്റ്റോക്ക് അതിൻ്റെ കൂടുതലാണ്. ആ ഒരു സ്റ്റോക്കിൽ മാത്രം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പാസ് പെർഫോമൻസിൻ്റെ നമുക്ക് ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു നമുക്ക് ചാർട്ടിൻ്റെ ഫോളോ അപ്പ്. ഇപ്പോൾ ACC നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ACC നല്ലൊരു കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച നല്ല ഡൗൺ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് മാർക്കറ്റ് കയറി. പെർഫോമൻസ് നമുക്ക് വീക്കിലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. ഇതിന് മുമ്പ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം നമുക്ക് അപ് ട്രെൻഡ് കയറിയിട്ടുണ്ട്, അതിന് മുമ്പ് ഡൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റുകൾ നേടാൻ ചാൻസ് കൂടുതലുമാണ്. നമുക്ക് ആക്ച്വലി അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൽ കൂടുതലായിട്ട് നമുക്ക് ആക്ച്വലി എക്സിറ്റ് ലെവൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു എൻട്രിയേക്കാളും കൂടുതൽ നമുക്ക് ഒരുപാട് ലോസ് നമുക്ക് പോകാതെ കറക്റ്റ് ലെവലിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യമുള്ള വോളിയം സ്റ്റോക്കുകൾ, ഇപ്പം എക്സാമ്പിൾ അഡാനി പോർട്സ് എൻ്റർപ്രൈസ്, അതേപോലെ ACC, BLHL, അപ്പോളോ ടയർ ഹോസ്പിറ്റൽ, അതേപോലെ പിന്നെ ബജാജ് ഓട്ടോ, പിന്നെ ഇതുപോലെ ഗ്ലെൻമാർക്ക്, പോളിക്യാബ്, അതേപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് നല്ല നല്ല സ്റ്റോക്കുകൾ ഇതുപോലെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ പോകുന്ന പെർഫോമൻസ് നമ്മൾ വാച്ച് ചെയ്യാനായിട്ട് നമുക്ക് സ്കാനർ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഈ സ്കാനറിൽ കൂടെ തന്നെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളുടെ സ്കാനർ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കറക്റ്റ് ട്രേഡ് നമുക്ക് പിടിക്കാൻ സാധിക്കും. ഇപ്പം ഗോൾഡ് നല്ലൊരു ബൈ ഉണ്ട്, അതേപോലെ നാച്ചുറൽ ഗ്യാസിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം സെല്ല് സ്ട്രോങ് അല്ല, സ്ട്രോങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ആ ട്രെൻഡ് നമുക്ക് പോകുന്ന ടൈമിൽ തിരിച്ചറിഞ്ഞ് നമുക്ക് ട്രേഡ് മിസ്സാതെ എടുക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിന് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലൈവ് പെർഫോമൻസ് കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഗ്ലെൻമാർക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ കഴിഞ്ഞ ആഴ്ച നമുക്ക് ആക്ച്വലി സിഗ്നൽസ് നമുക്ക് 30th ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ സിഗ്നൽസ് ലേറ്റസ്റ്റ് ഗ്രീൻ കളർ അപ്പാര് തന്നിരിക്കുന്നത് 30th ഇതിൽ 30 ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. 30 1 hour ആണ്, 30 1 hour 4 hour ഇത് 3 സ്വിംഗ് ട്രേഡിംഗ് യൂസ് ചെയ്യും. 31 വീക്കിലേക്ക് വരെ ഹോൾഡ് ചെയ്യാൻ സഹായിക്കും. ഇതിൽ നമുക്ക് സോഫ്റ്റ്വെയർ ലാസ്റ്റ് തന്നിരിക്കുന്ന ബൈ സിഗ്നലാണ്, അത് 30th അതിൻ്റെ സിഗ്നലിന് പറഞ്ഞ എൻട്രി പോയിന്റ് 1415. ടാർഗറ്റുകൾ 3 കൊടുത്തിട്ടുണ്ട്, 3 അടിച്ചിട്ട് മാർക്കറ്റ് ഇപ്പോഴും ബൈ ട്രെൻഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇൻട്രാഡേക്ക് മോർണിംഗിൽ തന്നെ പെർഫോമൻസ് ഓൺ സ്റ്റോക്കാണ് ഗ്ലെൻമാർക്ക്. അതേപോലെ തന്നെ സെല്ല് വന്നാലും സെയിം ഇതേപോലെ തന്നെയാണ് ഒരു സെൽ ട്രേഡ്. ഇതിന് മുമ്പ് നല്ലൊരു ഡൗൺ ഉണ്ടായിരുന്നു. സെല്ല് വന്നു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ മേളിലത്തെയും കൺഫർമേഷൻ ബാർ, അതായത് ഒരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് നോക്കി കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. ഇവിടെ നല്ലൊരു ഡൗൺ ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് 30th കഴിഞ്ഞ ശേഷം മാർക്കറ്റ് നല്ലൊരു അറ്റൻഡ് കയറിയത്. ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത്, അവിടെ എക്സിറ്റ് ചെയ്യേണ്ട ലെവൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കണ്ടിന്യൂഷൻ ആയിട്ട് താഴത്തെ കൺഫർമേഷൻ ബാറും ഇപ്പോഴും മാർക്കറ്റ് ബൈ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് പെർഫോമൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.